വീടിൻ്റെ അവസ്ഥ വളരെ മോശമായിട്ടാണ് കേട്ടോ പോകുന്നത്. 2 അടുക്കളയാണ്. ഈ 4 പേർക്കുള്ള ഫുഡ് മാത്രമേ പട്ടായ ഗേൾസ് ഉണ്ടാക്കുന്നുള്ളൂ. ഈ 8 പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കിച്ചൺ ടീമുകാരും. ആകെ ഫുഡെല്ലാം വേസ്റ്റ് ആവുന്നു. ഇവരുണ്ടാക്കുന്ന ഫുഡാണെങ്കിൽ വായിൽ വെക്കാനും കൊള്ളൂല. കിച്ചൺ ടീമേ ഫുഡ് വായിൽ വെക്കാനും കൊള്ളില്ല. ഫുഡൊക്കെ വേസ്റ്റ് ആവുന്നു. കഴിച്ച് രാത്രി ഇവർക്ക് ഫുഡ് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇതിലൊരു തീരുമാനം ഉണ്ടാക്കാനായിട്ട് അനീഷ് പറഞ്ഞിട്ടാണ് ഇവരാരും കേൾക്കുന്നുമില്ല. നമുക്ക് വീഡിയോയിലൊക്കെ പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫുഡ് ഉണ്ടാക്കാനായിട്ട് അനുമോള് വന്നിട്ട് ചെറുപയർ തോരനോ അങ്ങനെ പയറു തോരനും കഞ്ഞിയൊക്കെ വെക്കുന്നുണ്ട്. ഇവർക്ക് 4 പേർക്ക് വേണ്ടി മാത്രം. പിന്നെ എന്താ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. 3 പേരും പിന്നെ സബമാനെയും ഇവരുടെ കൂട്ടത്തിൽ കൂട്ടിയിട്ടുണ്ട്. സബമാൻ അവിടെയും പോകും ഇവിടെയും പോകും. ഇവിടെ നിന്നും കഴിക്കും അവിടെ നിന്നും കഴിക്കും കേട്ടോ. പുള്ളിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇന്ന് കഞ്ഞിയും പയറൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയൊരു വഴക്കം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയൊരു വഴക്കല്ല, അത്യാവശ്യം വലിയൊരു രീതിയിലുള്ള വഴക്കാണ്. അനുമോള് പയർ എന്തൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ട് പോയിരിക്കുകയാണ്. ആര്യം വന്ന് നോക്കിയപ്പോൾ കുറച്ച് പയറുള്ളൂ. നിവിനെ വിളിക്കുന്നു ഒന്ന് കൺഫേം ചെയ്യാനായിട്ട്. അത് ഈ 4 പേർക്കുള്ളത് മാത്രമേ ഉള്ളൂ, നമുക്കുള്ളത് ഉണ്ടാക്കുന്നില്ലേ? ഇവർ കരുതി ഇവർക്കും കൂടി വേണ്ടിയിട്ടുള്ളത് അനുമോൾ ഉണ്ടാക്കുന്നതാണ്. അപ്പം അനു പറയില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നില്ല, നിങ്ങൾ ഉണ്ടാക്കുന്നില്ലേ, നിങ്ങളല്ലേ കിച്ചൺ ടീം, നിങ്ങളുണ്ടാക്കും, ഇത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നതെന്ന്. അതെങ്ങനെ ശരിയാകും? ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ട കഞ്ഞിയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി തരാമെന്ന്. അപ്പോൾ വേണ്ട ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം. പിന്നെ അങ്ങോട്ട് വാക്ക് തർക്കമൊക്കെ ആയിട്ട് പിന്നെ ഉണ്ടാക്കി. ഇവർ കഞ്ഞി ഉണ്ടാക്കിയത് കണ്ടിട്ട് ആര്യനാണെങ്കിൽ കൊതിയായിട്ട് വയ്യാട്ടോ. ആര്യനാണെങ്കിൽ ഇങ്ങനെ നോക്കിയൊക്കെ നിൽക്കുന്നുണ്ട് പാവം. പിന്നെ അവർ വായിലൊക്കെ വെച്ച് കൊടുത്തു. ഈ വഴക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ ശരിയാവില്ലല്ലോ. പാത്രം ഇങ്ങനെ കഴുകാണ്ട് വെസലിങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ലെന്ന് മനസ്സിലായ അനീഷ് പറയുന്നുണ്ട്, ക്യാപ്റ്റന്മാരെ നിങ്ങൾ തീരുമാനിക്കൂ, ബുദ്ധിപൂർവ്വം തീരുമാനിച്ചിട്ട് ഒരു മീറ്റിംഗ് വെക്കൂ, വെസൽ ടീമിനെ എന്നെ വെസലിലേക്ക് ഇടൂ, ഞാൻ പാത്രം കഴുകി തരാം. അല്ലാതെ പാത്രം കഴുകുന്നത് ശരിയല്ല. എന്നാലും അനീഷ് അത്യാവശ്യം പാത്രമൊക്കെ അവർക്ക് പറയുമ്പോൾ കഴുകി കൊടുക്കുന്നുണ്ട്. എന്താണ് പാത്രം കഴുകാത്തത്? ഒരു പക്ഷേ ലാലേട്ടൻ വരും അനുമോൾക്ക് ഇത് ചീത്തയേക്കാനുള്ള സാധ്യതയുണ്ട്. ഷാനവാസ് മാത്രമേ പോയിട്ടുള്ളൂ വെസലിൽ നിന്ന്. അനുമോൾക്ക് എന്തായാലും ആ പാത്രമൊക്കെ ഉള്ളത് കഴുകി വെക്കാം. അനുമോള് കരുതിയിരിക്കുന്നത് കിച്ചൺ ടീം കഴുകട്ടെ, അവരല്ലേ ഫുഡ് ഉണ്ടാക്കുന്നേ, അപ്പോൾ അവർ തന്നെ പാത്രവും കഴുകട്ടെ, ഞങ്ങൾ അവരുടെ ഫുഡ് കഴിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു മനോഭാവത്തിലാണ് അനുമോള് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ആ ഒരു മനോഭാവം നല്ലൊരു മെസ്സേജ് അല്ലല്ലോ കൊടുക്കുന്നത്. അതെന്തായാലും ലാലേട്ടൻ ഇത് ചോദ്യം ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അവരുണ്ടാക്കിയ പാത്രം എല്ലാവരും കഴുകി വെക്കുന്നുണ്ട്, ശരിയാണ്. അപ്പം കിച്ചൺ ടീം എല്ലാവർക്കും കൂടിയിട്ടുള്ള ഫുഡാണ് ഉണ്ടാക്കുന്നത്. ആ സ്ഥിതിക്ക് പാത്രം വെസൽ ടീം കഴുകാൻ ബാധ്യസ്ഥയാണ്. വെസൽ ടീമിലുള്ള ഒരാളില്ല, അതിന് പകരം വേറെ ഒരാൾ തരാനായിട്ട് ക്യാപ്റ്റന്മാരോട് പറയാം. എന്നിട്ട് 2 ആളും കൂടി കഴുകുന്നതാണ് അതിൻ്റെതൊരു മാന്യത. എന്നാൽ ആ മാന്യത ലൈവിൽ കാണുന്നില്ല. ടീം മീറ്റിംഗ് വെക്കാനായിട്ട് പറയുമ്പോൾ ഇവർ അനീഷിന് സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് ചോദിക്കുകയാണെന്ന്. അനീഷിന് എന്തിനാ സ്ക്രീൻ സ്പേസ്? അവസാന സമയം അനീഷ് ഇപ്പോൾ എന്ത് പറഞ്ഞാലും ക്യാമറ ഫോക്കസ് ചെയ്യും, കാരണം ആകെ 5-6 പേരുണ്ട്. സ്പേസ് പ്രത്യേകിച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്നും മനസ്സിലാക്കാതെ എന്തൊക്കെയോ മണ്ടത്തരങ്ങളാണ് കേട്ടോ ക്യാപ്റ്റന്മാരെ കാട്ടിക്കൂട്ടുന്നത്. ഞാൻ കരുതിയത് അക്ബറിനെങ്കിലും കുറച്ച് ഓളം ഉണ്ടാവുന്നതാണ്. അക്ബറിന് എന്താ പറ്റി? അക്ബർ പറയുന്നത് താൻ അങ്ങനെ സ്പേസ് ഒന്നും ഉണ്ടാക്കണ്ട, താൻ അങ്ങനെ മണ്ടന്മാരാക്കാൻ നോക്കണ്ട ഞങ്ങളെ, എന്നാണ് നല്ല വ്യക്തിത്വത്തിൻ്റെ മൂലബിന്ദുവാണോ എന്നൊക്കെ ചോദിച്ചാൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതിൽ ലാലേട്ടൻ വരുമ്പോൾ 3 എണ്ണത്തിനെ പൊരിക്കും. ഈ 3 എണ്ണം ഉദ്ദേശിച്ചത് 2 ടീമിലെ 3 എണ്ണത്തിനെ പൊരിക്കാൻ സാധ്യതയുണ്ട്. പട്ടായ ഗേൾസിനെ പൊരിക്കും, ക്യാപ്റ്റന്മാരെയും പൊരിക്കും. ക്യാപ്റ്റന്മാർ വെന്തൊരുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല. ലാലേട്ടൻ പൊരിക്കും. ഷാനവാസ് വീട്ടിൽ കയറുന്നുണ്ടെങ്കിലും നിവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു സന്തോഷ വാർത്ത എന്ന് വെച്ചാൽ നമ്മുടെ മലയാളം ബിഗ് ബോസ് ആണ് റേറ്റിംഗിൽ ടോപ്പ് നിൽക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷം ലാലേട്ടനുണ്ടാകും. സാധാരണ ഹിന്ദി ബിഗ് ബോസ് ആണ് എപ്പോഴും ടോപ്പിലൊക്കെ വരാറ്. ഇപ്പോൾ മലയാളം, കന്നഡ, ഹിന്ദി, തമിഴൊക്കെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നമ്മുടെ മലയാളം ബിഗ് ബോസ് ആണ് റേറ്റിംഗിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷം ലാലേട്ടൻ ഉണ്ടാവുമായിരിക്കും. പൊരിക്കുന്ന കാര്യത്തിൽ ലാലേട്ടൻ യാതൊരു കോംപ്രമൈസും കാണിക്കാൻ സാധ്യതയില്ല. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്, കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിലുണ്ടാകും കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.